പ്രൈസ് ദി ലോർഡ്. ഞാനും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ദൈവം ഇമ്പോസിബിലിറ്റീസിനെ പോസിബിലിറ്റീസ് ആക്കുന്ന ദൈവമാണ്. എൻ്റെ സഭയിലും ഞങ്ങളെ നിലനിർത്തുന്നത് ഇതുപോലുള്ള സാക്ഷ്യങ്ങളാണ്. ശരിക്കും വചനം രൂപാന്തരപ്പെടുത്തുന്നത് പോലെ തന്നെ ശക്തിയുണ്ട് സാക്ഷ്യത്തിന്. സ്തോത്രം. ഞാൻ അവിടെ വാക്യം വായിച്ചപ്പോൾ ഒരു വാചകം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതിങ്ങനെയാണ്: ജോയ്ഫുൾ മദർ ഓഫ് നോട്ട് ചൈൽഡ്. ജോയ്ഫുൾ മദർ ഓഫ് നോട്ട് ചൈൽഡ് ബട്ട് ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം രണ്ടിലധികം കുഞ്ഞുങ്ങളെ തരട്ടെ. ലിമിറ്റ് ചെയ്യരുത്. ആമേൻ. എന്ത് ചെയ്യരുത്? ദൈവം തരുന്ന കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് വാങ്ങിച്ചോളണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം എന്നെ ക്ഷണിച്ച പ്രിയ ദൈവദാസനോടും പ്രിയ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. എനിക്ക് അങ്കിളിനെ കാണാൻ ആഗ്രഹമുണ്ട്. ഫാദർ, വെരി ഗുഡ്. ആൻറ്റി, മദർ, ഓക്കെ, ഗുഡ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം കോട്ടേജ് മീറ്റിംഗ് നിങ്ങൾ അറേഞ്ച് ചെയ്തതിന് ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളോട് പറയാനായിട്ട് എന്നെ ഏൽപ്പിച്ച ചില ആലോചനകൾ വേഗത്തിലൊന്ന് പറഞ്ഞിട്ടിരിക്കുക. ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 8:45 വരെ എനിക്ക് സമയം തന്നിട്ടുണ്ട്. അതിനകത്ത് തീർച്ചയായും ഞാൻ നിർത്തുന്നതായിരിക്കും. ദൈവത്താൽ സ്ഥാപിതമായതാണ് നിങ്ങളുടെ കുടുംബം. ആമേൻ. നിങ്ങളുടേത് മാത്രമല്ല, ഇവിടെ എല്ലാ കുടുംബങ്ങളെയും സ്ഥാപിച്ചത് ആരാണ്? ദൈവമാണ്. ആരാ സ്ഥാപിച്ചേ? ഒന്നുകൂടെ ഉറച്ചു പറഞ്ഞ, ആരാ സ്ഥാപിച്ചേ? സംശയം ഒന്നും? ഇടയ്ക്കിടയ്ക്ക് ഒരു സംശയമൊക്കെ തോന്നും. എപ്പോഴാ അങ്ങോട്ട് ചേർന്ന് പോകാണ്ട് വരുമ്പോൾ തോന്നും. മനുഷ്യ സഹജമാണ്. ഒത്തിരി വഴക്കുണ്ടാകുമ്പോഴൊക്കെ തോന്നും, എടാ ഇത് ദൈവം ചേർത്തത് തന്നെയാണോ? ഒരുമിച്ച് ചേർന്ന് പോകാൻ പറ്റാണ്ട് വരുമ്പോഴും നമുക്ക് തോന്നും, പിടച്ചു പോയോ, ഇതിന് മുന്നേ കണ്ടതാണോ, അതോ ഒന്ന് വെയിറ്റ് ചെയ്തെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ വരത്തില്ലായിരുന്നോ എന്ന് ദൈവൻ എന്നോട് ആദ്യം പറയാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങുന്ന കേട്ടോ. പ്രത്യേകിച്ച് ക്രൈസിസുകൾ വരുമ്പോൾ ഈ നമ്മളെപ്പോഴും പറയുമല്ലോ, അവരിരുവരും ആരായി തീരും? ഒരു ദേഹമായി തീരും. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഒന്നായി തീരുമെന്നാ. പക്ഷെ പരമാർത്ഥം പറഞ്ഞ രണ്ടും ആരാണ്? ഒന്നെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഒരേ അഭിപ്രായം, ഒരേ ചിന്താഗതി, ഒരേ പെർസ്പെക്റ്റീവ്സ്. ആത്മീയത്തിലാണെങ്കിലും ഭൗതികത്തിലാണെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഒരു വഴി കൂടെ പോകും എന്ന വലിയ പ്രതീക്ഷയോടുകൂടെയൊക്കെയാണ് നമ്മൾ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നത്. പക്ഷേ പ്രവേശിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും ഒത്തൊരു അല്ലെങ്കിൽ ഒരുപോലെ ഉള്ളതിനേക്കാൾ കൂടുതൽ എന്താണ്? ഡിഫറൻസസ് ആണ്. എത്ര പേര് ആമേൻ പറയും? ഞാൻ 2 കൈയും പൊക്കി ആമേൻ പറയും. സ്വത്രം. കാരണം ഞാൻ കുടുംബജീവൻ നയിക്കുന്ന ആളാണ്. എനിക്ക് 2 ആൺമക്കളുണ്ട്. മൂത്തയാൾ 7ാം ക്ലാസ്സിലും രണ്ടാമത്തെ ആൾ 5ാം ക്ലാസ്സിലും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപോലെയുള്ള 2 വ്യക്തികളെ ദൈവം ചേർക്കുമെന്നാണ്. പക്ഷേ ഞാൻ തിരുവെഴുത്ത് പഠിച്ചപ്പോഴും ഇതുവരെയുള്ള എൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവം ചേർക്കുന്നത് തക്ക തുണകളായാ. ആരെ ചേർക്കുന്നത്? ചേർന്ന് പറ. തക്ക തുണ. 1-2 പഴമൊഴി ഉണ്ട്. ചക്കയ്ക്കൊത്ത, ചേർന്ന് പറ. ചക്കയ്ക്കൊത്ത ചങ്കരനല്ല, അത് ചക്കയ്ക്കൊത്ത കൂടാന്ന് പറയും. എന്നാ പറയും? ചക്കയ്ക്ക്. ഈ ആരെങ്കിലും തലയില് ചക്ക വെച്ചോടെ നടന്നിട്ടുണ്ടോ? വേണ്ട. നമ്മുടെയൊക്കെ കാറിന്റെ ഡിക്കിയിലെ ചക്ക എടുത്തിട്ടുണ്ട് പോയിട്ടുണ്ടോ? ഒരു ചവിട്ട് വിടുമ്പോൾ ചക്ക ഉരുണ്ട് എന്ത് ചെയ്യും? ഒരടി അങ്ങോട്ട് ഇങ്ങോട്ട്. ഇനി എങ്ങാനും അരക്കൊരൽപ്പം ഉണ്ടെങ്കിൽ ഡിക്കി മുഴുവൻ അതിനെന്ത് ചെയ്യും? നശിപ്പിക്കും. എന്നാൽ ഒത്ത കൂടയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അങ്ങോട്ടും അനങ്ങൂല, ഇങ്ങോട്ടും കറക്റ്റ് ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കും. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ്? 2 പേര് ഈ രണ്ടും ചക്കിമാരല്ല, ഒന്ന് ചങ്കരനാണ്. 2 ചക്കയല്ല, ഒന്ന് എന്താണ്? കൂടെയാണ്. നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചക്കയായിരിക്കണം, അല്ലെങ്കിൽ 2 കൂടെ ആയിരിക്കണം. അല്ല, ദൈവം എപ്പോഴും ചേർക്കുന്നത് എങ്ങനെയുള്ളതിനെയാണ്? തക്ക തുണയാ. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം മനുഷ്യനെ യോജിപ്പിക്കുന്നത് പരസ്പര പൂരകങ്ങളായിട്ടാണ്. എങ്ങനെയാണ്? പരസ്പര
പൂരകങ്ങളായിട്ടാണ്. ഒന്നുകൂടെ ഞാൻ വിശദമാക്കി പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ എല്ലാം കഴിവുകളായി ജനിച്ചിട്ടില്ല. ആരെങ്കിലും ഉണ്ടോ? എല്ലാ മനുഷ്യർക്കും കുറച്ച് കഴിവുകളും ഉണ്ട്, കഴിവ് കേടുകളും ഉണ്ട്. ദൈവം ഒരു പുരുഷനെയും സ്ത്രീയെയും ചേർക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പുരുഷൻ എന്തൊക്കെ കഴിവുണ്ടോ അതെല്ലാം സ്ത്രീയുടെ കഴിവുകേടായിരിക്കും. സ്തോത്രം. ഇനി സ്ത്രീക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതെല്ലാം പുരുഷന്റെ കഴിവുകേട് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന എന്നാന്നറിയാവോ? നമുക്ക് കഴിവുള്ള മേഖലയില് നീ എന്താ ഇങ്ങനെ ആകാത്തത്, നിങ്ങൾ എന്താ ഇങ്ങനെ ആകാത്തതെന്ന് അടിയുണ്ടാക്കിയാണ് നമ്മൾ ജീവിക്കണത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. സഭായോഗത്തിന് ഇവിടെ എത്ര മണിക്കാ പാസ്? സഭായോഗം 8 മണിക്ക്. 8 മണിക്ക് സഭായോഗം ആണെങ്കിൽ 7:55 ചർച്ചിലെത്തണമെന്ന് ഭർത്താവിന് തീരുമാനം ഉണ്ടെങ്കിൽ ഭാര്യ 7:55 വീട്ടിൽ നിന്ന് ഇറങ്ങേ ഉള്ളൂ. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ഷോക്കായതിരിക്കുന്നത്? ഉള്ളതല്ലേ? നല്ല പങ്ക്ച്വലായിട്ടുള്ള ഭർത്താവിന് ഒട്ടും പങ്ക്ച്വൽ അല്ലാത്ത ആരെ കൊടുക്കും? ഭാര്യയെ കൊടുക്കും. ചിലപ്പം ഭാര്യക്ക് വീട്, സിറ്റ് ഔട്ട്, ഹോൾ എല്ലാം ഒക്കെ നല്ല വൃത്തിയാക്കി നീറ്റാക്കി വെക്കാൻ ഇഷ്ടമായിരിക്കും. പുള്ളിക്കാരി പാവം ഒരു ദിവസം മുഴുവനും നിന്ന് ഇതെല്ലാം വൃത്തിയാക്കി വെക്കുമ്പോ നൈറ്റ് വന്ന് 5 മിനിറ്റ് മതി ഭർത്താവിനും പിള്ളേർക്ക് ഇതെല്ലാം നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഭാര്യയ്ക്ക് ഒട്ടും പെർഫെക്റ്റ് അല്ലാത്ത ആരെ കിട്ടും? ഭർത്താവിനെ കിട്ടും. ഇനി ആത്മീയത്തിൽ വന്നു കഴിഞ്ഞാല് നന്നായി പ്രാർത്ഥിക്കുന്ന ഭാര്യയ്ക്ക് പ്രാർത്ഥന ഒട്ടുമേ 5 മിനിറ്റ് പോലും ഇരിക്കാത്ത ഭർത്താവിന് കിട്ടും. പ്രൊപ്പോസലൊക്കെ നോക്കുമ്പോൾ പറയും ഞാൻ ഇഷ്ടം പോലെയൊക്കെ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കുന്നതൊക്കെ പറയാം. അതെന്തിനു വേണ്ടി പറയുന്നതാ? കല്യാണം നടക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി ഒന്ന് എക്സാജറേറ്റ് ചെയ്തൊക്കെ പറയുന്നതാ. നന്നായി പ്രാർത്ഥിക്കുന്ന ഭർത്താവിന് ഒട്ടും പ്രാർത്ഥിക്കാത്തൊരു ഭാര്യ. ഇനി നന്നായി തിരുവെഴുത്ത് വായിക്കുന്ന ഭർത്താവിന് ബൈബിൾ തുറന്നു നോക്കാത്ത ഭാര്യ. ഇങ്ങനെ പറയാൻ നിന്നാൽ ഒത്തിരി ഡിഫറൻസസിന്റെ കൂമ്പാരമാണ്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, ചേട്ടാ ഇത് ദൈവം ചേർത്തത് തന്നെ ആണോ, ഇതെങ്ങാനും മനുഷ്യർ ചേർത്ത് വെച്ചതാണോ? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് നിങ്ങളോട് രണ്ടുപേരോട് ദൈവം പറയാൻ പറഞ്ഞതാണ്, ആരാണ് ചേർത്തത്? ആരാ ചേർത്തത്? ഒരു സംശയവും വേണ്ട, ഒരു സംശയവും. ചിലപ്പോൾ നാളെ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ചേട്ടാ ഇത് ദൈവം ചേർത്തത് തന്നെയാണോ? നോ. ആര് ചേർത്തതാണ്? ഇനി ബാക്കിയുള്ളവരോടും കൂടെ പറയാം, കുടുംബസ്ഥരായിട്ടുള്ള എല്ലാവരെയും ആര് ചേർത്തതാണ്? ദൈവം ചേർത്തതാണ്. ഇനി ദൈവം എന്തിനാണ് ഓപ്പോസിറ്റ് കഴിവുള്ളവരെ ചേർക്കുന്നതെന്ന് അറിയാമോ? പരസ്പരം ഒന്ന് ചേർന്ന് പോകാൻ വേണ്ടിയാ. ജിക്സോ പസിൽ കണ്ടിട്ടുണ്ടോ? ജിക്സോ പസിൽ. ഈ ജിക്സോ പസിൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഭാഗമുണ്ട്, ഇച്ചിരി കുഴിഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട്. രണ്ടും പ്രൊജക്ട് ചെയ്തിരുന്നാൽ നമുക്കതിനെ ചേർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് വെച്ചിട്ട് അടുത്തയാളെ അളക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി ദൈവാന്മാരും പറയാനുള്ളത്, ആ അളപ്പങ്ങ് നിർത്തി വെച്ച് എനിക്ക് ഈ കഴിവ് ദൈവം തന്നത് എൻ്റെ ഭാര്യയുടെ ബലഹീനതയിൽ ഒന്ന് താങ്ങാൻ വേണ്ടിയാണ്. സ്തോത്രം. എനിക്ക് ഈ കഴിവ് തന്നത് എൻ്റെ ഭർത്താവിന്റെ ബലഹീനതയിൽ ഒന്ന് താങ്ങാൻ വേണ്ടിയാണ്. എൻ്റെ ഭർത്താവ് ചിലപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളായിരിക്കത്തില്ല, പക്ഷേ എന്നെ ഒരു പ്രാർത്ഥനാ സഹോദരിയാക്കിയത് എൻ്റെ ഭർത്താവിന്റെ പ്രാർത്ഥന കുറവിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ഒന്നാമത് ഞാൻ പറയുന്നത്, പരസ്പര പൂരകങ്ങളായിട്ടാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്. ചിലർ പറയും പരസ്പര പൂരങ്ങളായിട്ടല്ല, പിന്നെ എങ്ങനെയാണ്? പൂരം എന്ന് പറഞ്ഞാൽ അറിയാമോ? വെള്ളിപ്പീട് അവസരം കിട്ടി എന്ത് വെച്ച് തരും? ഒരു കുത്തും കടിയും അല്ല. ദൈവം നമ്മെ പരസ്പര പൂരകങ്ങളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചേർത്തിരിക്കുന്നത്. ഈ ചേർച്ച ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് ദൈവം ചേർത്തത്. അത് ചേർക്കാനുള്ള കാരണം ദൈവത്തിനറിയാം, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാൽ ഉത്തമമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പിശാചിനൊരു പ്രത്യേകതയുണ്ട്. ഇവൻ ഈ ഡിഫറൻസസിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് പറയും, എടാ നിന്നെ പോലെ അല്ലല്ലോ,
അപ്പൊ അങ്ങോട്ട് പറയണം, അല്ല എനിക്കറിയാം. നീ എന്തോരം സിസ്റ്റമാറ്റിക്കാ, ഇവളൊന്നും അല്ല. അല്ല എനിക്കറിയാം. അയ്യോടി നീ എന്ത് സൂപ്പർ, നല്ല സ്പിരിച്വലാ, നിന്റെ ഭർത്താവ് അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ല എനിക്കറിയാം. അപ്പൊ തിരിച്ചു പറയണം, ചേർത്തത് ദൈവമാ എന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഒരു തെല്ലുപോലും സംശയിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. ചേർത്തത് ആരാണ്? ദൈവമാണ്. സ്തോത്രം. അപ്പം തക്ക തുണയെ ദൈവം നിങ്ങൾക്ക് ചേർത്ത് തന്നോ? അപ്പൊ ഈ ചേർത്ത് വരുമ്പോ ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കൊരു വ്യക്തിപരമായ ജീവിതവും ഉണ്ട്, കുടുംബമായ ജീവിതം. അതായത് ഒരേ സമയം നിങ്ങൾ പേഴ്സൺസുമാണ്, ദമ്പതികളുമാണ്, കപ്പിൾസുമാണ്. പേഴ്സൺ എന്ന് പറയുമ്പോൾ പേഴ്സണലി കരിയർ ഉണ്ടാകും, പേഴ്സണൽ സ്പിരിച്വാലിറ്റി ഉണ്ടാകും, പേഴ്സണൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു കൂട്ടുത്തരവാദിത്വം എപ്പോഴും ഉണ്ടായിരിക്കണം. പലപ്പോഴും സെൽഫിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ സമൂഹം. അതുകൊണ്ട് എന്ത് സംഭവിക്കും ചോദിച്ചാൽ, ഒരുമിച്ചുള്ളതിന് തീരെ സമയം കുറവാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങളുടെ കുടുംബം ക്രൈസിസിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യമൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നവരാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ക്രൈസിസ് ആണ് നിങ്ങളെ തമ്മിൽ എന്ത് ചെയ്തത്? ചേർത്തത്. പ്രതിസന്ധികൾ നമ്മളെ ചേർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലർ അടിച്ച് പിരിഞ്ഞു പോകും, ചിലർ എന്ത് ചെയ്യും? ചേർക്കും. അപ്പൊ ഇതില് പേഴ്സണൽ ആൻഡ് കപ്പിൾ റെസ്പോൺസിബിലിറ്റീസ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അതിനെ ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ചാൽ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കേണ്ടത് ദൈവസഭയുടെ ആവശ്യം കൂടെയാണ്. നിങ്ങൾക്കറിയാവോ, എത്രയോ നല്ല ചെറുപ്പക്കാരുടെ കുടുംബജീവിതം എവിടെ പോയി അവസാനിക്കുകയാണ്? ഡിവോഴ്സിൽ പോയി ചെന്ന് അവസാനിക്കുന്നത്. അതിന്റെ കാരണം, ഒന്നാമത് ദൈവം ചേർത്തതാണോ എന്നുള്ള സംശയം അവരുടെ ഉള്ളിൽ വരും. അപ്പം ഒന്ന് വന്നു കഴിഞ്ഞാൽ സംശയത്തിന്റെ വിത്ത് വന്നാൽ പിന്നെ ആര് മുളപ്പിച്ചോളൂ? അതിനെ പിശാച് അതിനെ അങ്ങ് മുളപ്പിച്ചോളാം. ഈ മുള വരാതിരിക്കാനായിട്ട് കുടുംബമായിട്ടുള്ള പ്രേയർ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ രാവിലെ ഇനിയിപ്പോൾ കുഞ്ഞുള്ള സമയത്ത്, കുഞ്ഞില്ലായിരുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾക്ക് സാധിച്ചേക്കാം. പക്ഷേ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൂടെ ഒന്ന് നോക്കി വേണം പ്രയർ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുമ്പൊക്കെ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ അല്ലെങ്കിൽ പ്രായമുള്ളവർ രാവിലെ 4 മണി 5 മണി അല്ലെങ്കിൽ 6 മണി എന്നൊരു സമയത്തൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കതിന് സാധിക്കുന്നുണ്ടോ? ഫ്രാങ്കായിട്ട് പറയുമ്പോൾ സാധിക്കാറുണ്ടോ? ഞാനും തുറന്നു പറയാം, എനിക്ക് സാധിക്കുന്നില്ല, പരമാർത്ഥം പറയുന്നത്. എന്നാൽ രാവിലെ പ്രാർത്ഥന ഉണ്ടോ? ഉണ്ട്. എപ്പോൾ പ്രാർത്ഥിക്കും? എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വൈഫും ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളാണ്. ഞാൻ രാത്രി 11 മണിക്ക് കിടന്ന് 6 മണിക്ക് എഴുന്നേക്കും. ഇവള് കിടക്കണ 2 മണി 3 മണിയാണ്, എഴുന്നേക്കുന്ന 8 മണിയാവും. അപ്പൊ ഇനി ഞാൻ പറയാണ്, ഇനി അടുത്തൊരു കാര്യം കൂടെ, രാവിലെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എൻ്റെ വൈഫ് എത്ര മണിക്ക് എഴുന്നേക്കണം? ഞാൻ പറയുന്നൊരു കാര്യം പറഞ്ഞു വരുന്നത്, ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേക്കാൻ, എനിക്ക് 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. എൻ്റെ വൈഫ് 8 മണിക്ക് എഴുന്നേക്കുള്ളൂ. അപ്പോ ശരിക്കും ഒരു ഉത്തമയായ ഭാര്യ എന്ന കൺസെപ്റ്റില് നമ്മൾ മനസ്സിലാക്കുന്നത്, 6 മണിക്ക് എഴുന്നേറ്റ് 7 മണിക്ക് കൃത്യമായിട്ട് ഭർത്താവിന് എന്നാ തരണം? ബ്രേക്ക്ഫാസ്റ്റ് തരണം. തന്നില്ലെങ്കിലോ അടിയുണ്ടാവും, അല്ലേ? വഴക്കുണ്ടാവും. ദൈവം അത് മുന്നേ കണ്ടു. ദൈവം അത് എപ്പോഴും കണ്ടു? മുന്നേ കണ്ടു. കുഞ്ഞു പ്രായം മുതലേ അത്യാവശ്യം നല്ലൊരു പാചകക്കാരനാണ് ഞാൻ. ശ്രദ്ധിച്ചു കേൾക്കണം, അത്യാവശ്യം നല്ലൊരു പാചകക്കാരനാണ് ഞാൻ. അപ്പൊ ഞാൻ എന്തെന്നറിയാമോ, രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞാനും കഴിക്കും, ആർക്കും വെച്ചേക്കും. അങ്ങനെ കിട്ടിയെങ്കിൽ എന്ത് സന്തോഷമല്ലേ. അങ്ങനെയാ എല്ലാ ദിവസവും അങ്ങനെ എൻ്റെ വീട്ടിൽ സംഭവിക്കുന്നത്. ഇന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ഞാനാ. കറി ഇന്നലത്തെ ഉണ്ടായിരുന്നു, അത് കറി ഉണ്ടാക്കേണ്ടി വന്നില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ച് അവൾ കഴിക്കും. അപ്പൊ ഇനി 8 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ, കൊള്ളാലോ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്, ആള് റെഡി, ആൾ വരുന്നു, പല്ലൊക്കെ തേച്ച് വന്നിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ അവളുടെ ജോലിക്ക് കയറുന്നു, ഞാനും എൻ്റെ വർക്കുകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ, ഫൈനാൻസ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര വീക്കാണ്. എൻ്റെ ഒരു 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ കുരങ്ങൻ്റെ പൂമാല കിട്ടും പോലെയാണ്. പക്ഷേ എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് മാനേജ്മെന്റിൽ മിടുക്കിയാണ്. എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം, ഒരു ഡയറി ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത മാസം, നാളെ തുടങ്ങല്ലേ, ഇന്നലെ ഡയറി തന്നു കഴിഞ്ഞു. അടുത്ത മാസം എന്തൊക്കെ ചിലവുണ്ട്,
അടുത്ത മാസം എത്ര രൂപ അഡീഷണൽ എടുക്കണം പറയുന്നതിലേക്ക് വരുള്ളൂ. 38,000 രൂപ അഡീഷണൽ വന്നാലേ അടുത്ത മാസം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞങ്ങളുടെ ടാക്സിന്റെ കുറച്ച് സംഭവങ്ങൾ വന്നതുകൊണ്ട് പറ്റതാ, അല്ലാതെ പ്രശ്നമൊന്നും അല്ല, പ്രോബ്ലം ഒന്നും അല്ലത്. അപ്പൊ അത് വന്ന് 2 മാസം കഴിയുമ്പോൾ ഞങ്ങൾക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ അത് മൊത്തം ആരെ ഏൽപ്പിച്ചു? എൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചു. ഞാൻ ഈ കഴിവുകേടും പറയാനേ പറഞ്ഞു വന്നത്. ഒരാൾക്ക് കഴിവുള്ള മേഖലയുണ്ടെങ്കിൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഏൽപ്പിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സൂപ്പറായിട്ട് മുന്നോട്ട് പോകും. പരസ്പരം മത്സരിച്ചല്ല വളരേണ്ടത്, ഒരുമിച്ച് നിങ്ങൾ വളരണം. ആമേൻ. ആമയുടെ മുയലിന്റെ സ്റ്റോറി കേട്ടിട്ടുണ്ടോ? ആമയുടെ മുയലിന്റെ സ്റ്റോറി, അതിന് വീണ്ടും ഒരു 3 പാർട്ട് കൂടെ ഉണ്ട്. അത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഓക്കെ, എന്നാ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആമയും മുയലും ഓട്ടപ്പന്തയം വെച്ചു. ആര് ജയിച്ചു? ആമ. ഞാൻ ഇങ്ങനെയാട്ടോ, എനിക്കിങ്ങനെ സംസാരിച്ച് പ്രസംഗിക്കുന്ന ഇഷ്ടം. ആമ ജയിച്ചു. തീർച്ചയായിട്ടും മുയല് തോറ്റു. രണ്ടാമത് എന്റെ പാർട്ട് നമ്പർ 2 മുയല് ഓട്ടപ്പന്തയത്തിന് വിളിച്ചു. ആര് ജയിച്ചു കാണും? തീർച്ചയായിട്ടും മുയല് ജയിക്കും. ഒരുത്തന്റെ ബലഹീനതയെ എപ്പോഴും ചൂഷണം ചെയ്യാൻ പറ്റത്തൊന്നും ഇല്ല. അപ്പം മുയല് ജയിച്ചു. അപ്പം ഇപ്പൊ തോറ്റതാരാ? ആമ. തീർച്ചയായിട്ടും ആര് വിളിക്കും? ആമ ഓട്ടപ്പന്തയത്തിന് വിളിച്ചിട്ട് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, റൂട്ട് ഞാൻ തീരുമാനിക്കും. സംഭവം നല്ല ഓവർ കോൺഫിഡൻസ് നിൽക്കുന്ന മുയല് പറഞ്ഞു, യാത് റൂട്ട് വേണോ വെച്ചോ, ഞാൻ റെഡി. നീ എവിടെയാണോ ഡെസ്റ്റിനേഷൻ പോയിന്റ് അവിടെ ചെന്ന് ഫ്ലാഗ് വെച്ചു നീ വരാൻ പറഞ്ഞു. ആമ കൊണ്ടുവന്ന് ഫ്ലാഗ് വെച്ച് വന്നു. ഇവരിങ്ങനെ ഓടി. ആര് ജയിക്കും? ഒരാൾ പറഞ്ഞു ആമേ ജയിക്കൂ. മുയലൊരൊറ്റ പോക്ക് പോയി. പക്ഷെ പോയിട്ട് ഫ്ലാഗ് കണ്ടു. പക്ഷെ ഫ്ലാഗിന്റെ തൊട്ട് മുന്നേ റിവർ ഉണ്ടായിരുന്നു. ആശാമൻ അവിടെ ഒരു ഇരിപ്പാണ്. ഞാനിങ്ങനെ സങ്കല്പിക്കും, ആമ വന്ന് സാധാരണയെന്ന് പതുക്കെ വന്ന് ഒന്ന് സങ്കല്പിച്ചു, സാധാരണയെന്ന് പതിയെ വന്ന് തൊട്ടടുത്ത് വന്ന് അടിപൊളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു ചാട്ട അപ്പുറത്തെ ആര് ജയിച്ചു? ആമ ജയിച്ചു. അപ്പൊ ഇപ്പം മുയലിന് സങ്കടമായി. അപ്പൊ അടുത്ത ഓട്ടപ്പന്തയം വിളിച്ചത് മുയലാണ്. പക്ഷെ മുയല് പറഞ്ഞു, ഇനി നമുക്കിങ്ങനെ മത്സരിച്ച് ഓടണ്ട, നമുക്കൊന്ന് ഒരുമിച്ച് ഓടി നോക്കിയാല. തുടക്കത്തിൽ പറഞ്ഞു, നീ എന്റെ കുറുക്കിലൊക്കെ കയറി അള്ളിപ്പിടിച്ചിരുന്നേക്കണം, ഞാൻ നിന്നെ എവിടെ കൊണ്ടെത്തിക്കും? റിവറിന്റെ അവിടെ വരെ കൊണ്ടെത്തിക്കും. അപ്പൊ അവിടെ എത്തിയപ്പോ പറഞ്ഞു, നീ താഴെ ഇറങ്ങുക, ഇനി ഞാൻ ഇവിടെ കയറുവാ, നിന്റെ മുകളിൽ കയറുവാണ്, എന്നെ നീ എവിടെ കൊണ്ടെത്തിക്കുക? അപ്പുറത്ത് കൊണ്ടുപോയി എത്തിക്കും. സത്യം പറഞ്ഞ 95% ദാമ്പത്യ ജീവിതവും ആദ്യത്തെ 3 ഓട്ടങ്ങൾ പോലെയാണ്. ഒന്നില് ഭർത്താവ് ജയിക്കും, അടുത്തതിൽ ആര് ജയിക്കും? ഭാര്യ ജയിക്കും. തക്കം പാത്തിരിക്കും പണി കൊടുക്കാൻ വേണ്ടി. നമുക്കറിഞ്ഞൂടെ ഭർത്താവിന് എവിടെയായിട്ട് കുത്തിയാ നോവുമെന്ന്? അറിയാമോ ഇല്ലേ? ഭാര്യയ്ക്ക് എവിടെയായിട്ട് കുത്തിയാ നോവുമെന്ന് നമുക്കറിഞ്ഞൂടെ? അതിനൊക്കെ നമ്മൾ PhD എടുത്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് കൊടുത്തിങ്ങനെ മത്സരിച്ച് പോകും. പക്ഷേ ഒരുമിച്ചൊരു സൗഹൃദ ഓട്ടപ്പന്തയം പോലെ ഒന്ന് ഓടി നോക്ക്, രണ്ടുപേരും ഒരുമിച്ച് ജയിക്കും. ഞാൻ ആ ടോപ്പിക്ക് വിടാൻ ഇഷ്ടപ്പെടുകയാണ്. ജയിച്ചാൽ ഒരുമിച്ച് ജയിച്ചു, തോറ്റാൽ ഒരുമിച്ച് തോറ്റു. സ്തോത്രം. നിങ്ങൾ തോൽക്കുന്നത് പരസ്പരം മാത്രമല്ല, തലമുറകളുടെ മുമ്പിലും നിങ്ങൾ തോൽക്കും. സ്തോത്രം. മാതാപിതാക്കളെ കണ്ട് ആണ് മക്കൾ പഠിക്കുന്നത്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ല. നമ്മുടെ ജീവിതം കണ്ടാണ് തലമുറകൾ പഠിക്കുന്നത്. പ്രിയ കുടുംബമേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരസ്പരം മത്സരിക്കാതെ പരസ്പരമുള്ള കഴിവുകൾ. ബ്രദറിന്റെ പേരൊന്ന് പറയാം. ആഷിൻ, ലിജ, റിജ. ഓക്കെ, ആഷിൻ ആൻഡ് റിജ. ആഷിന് ഒത്തിരി കഴിവുകളുണ്ട്, പക്ഷെ സമ്മതിച്ചേ പറ്റൂ, ചിലയിടങ്ങളിൽ കഴിവുകളുണ്ടോ? ഇല്ലേ? ചിരിക്കുകയാണ്. ഉണ്ട്, ഇല്ലാതെ വരില്ല. ഉണ്ട്. ആ കഴിവുകേടുകളെ ആര് കോമ്പൻസേറ്റ് ചെയ്തോളാം? അങ്ങ് കൊടുക്കണം കേട്ടോ. പുള്ളിക്കാരി വന്നിട്ട് അച്ഛാ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തോളാം എന്ന് പറയുമ്പോ ആഷിന് മടിയും നാണക്കേടൊന്നും വേണ്ട. വെളിയിലാരും അറിയണ്ട, നിങ്ങൾ 2 മാത്രം അറിഞ്ഞാൽ മതി. ഒരു ഗഡുകേട്. അതുപോലെ തന്നെ റിജയ്ക്കും കുറെ സ്ട്രെങ്ത് ഉണ്ട്, ഒപ്പം തന്നെ വീക്ക്നെസ് ഉണ്ട്. അല്ലെ? വീക്ക്നെസ് ഇല്ലേ? നന്നായിട്ട് മനസ്സിലായിക്കൊണ്ടിട്ടാ. ഒരു 3 വർഷം കൊണ്ട്, 3 വർഷം 3.5 വർഷമായ 3 വർഷം കഴിഞ്ഞു. ഓക്കെ, മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പം പുള്ളിക്കാരിയുടെ ബലഹീനതയിൽ 2 കുത്തൂടെ വെച്ചു കൊടുക്കാതെ ഒന്ന് താങ്ങ. എടി, എനിക്കറിയാം നിന്നെ കൊണ്ട് ഇത് പറ്റൂല, ആയിട്ട് ഞാനത് ചെയ്തോളാം. അങ്ങനെയുള്ള ദാമ്പത്യ ജീവിതം ഭൂമിയിലെ സ്വർഗമാണ്. സ്തോത്രം. ആ ടോപ്പിക്ക് ഞാൻ അവിടെ വിടുകയാണ്. ഇനി ഞാൻ പാരന്റിങ്ങിലോട്ടൊന്ന് വരികയാണ്. സ്തോത്രം.
പാരന്റിങ്ങിൽ വരുമ്പോൾ വേദപുസ്തകത്തിൽ അനേക കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാതാപിതാക്കൾ, എനിക്ക് ഫാമിലി മൊത്തത്തിൽ ഇഷ്ടമല്ല, പക്ഷെ മാതാപിതാക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ശിംശോന്റെ പാരൻസ്, സാംസന്റെ പാരൻസ്. ഒരു വാക്യം ഒന്ന് വായിക്കാവോ? ജഡ്ജസ് 13:8. ജഡ്ജസ് 13:8. ആ മതി. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരാലോചന. ഇപ്പം ജനിക്കാനിരിക്കുന്നതല്ല, ജനിച്ചു കഴിഞ്ഞതും കർത്താവ് ഇനി തരാൻ പോകുന്നതും അങ്ങനെ ചേർത്ത് തന്നെ വായിക്കണം. ഇപ്പൊ ദൈവം തന്ന മകൾക്ക് എന്ത് പേരിട്ടു? ഹായ. ഓക്കെ, ഈ തന്ന ഹായയ്ക്കും പ്ലസ് കർത്താവ് തരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു കൗൺസിലറാണ്, വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ആളാണ്, അത്യാവശ്യം ഒത്തിരി ഫാമിലീസിനെ കൗൺസിൽ ചെയ്യുന്ന ആളാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടും ഒരു സെഷൻ ഉണ്ട്, ചെന്ന ഉടനെ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും മിനിമം ഒരു 1-2 സെഷൻസ് എടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ കുഞ്ഞുങ്ങളെ ദൈവം തരുമ്പോൾ സൈക്കോളജി വേണം. ശ്രദ്ധിച്ച് കേൾക്കണം. സൈക്കോളജി വേണം, ആവശ്യമാണ്. മനുഷ്യനെ മനസ്സിലാക്കുന്നത് ആവശ്യമാണ്. അതുപോലെ തന്നെ തിരുവെഴുത്തിനോടുള്ള വായനയും അത്യാവശ്യമാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവം തന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണ്, എങ്ങനെ വളർത്തണമെന്നറിയണമെങ്കിൽ 2 പേരും കൂടെ കരം കോർത്ത് പിടിച്ച് മുട്ടയിലിരിക്കണം. ആമേൻ. ഇന്നും ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ 2 മക്കളെ എങ്ങനെ വളർത്തണമെന്ന് ഞങ്ങൾക്കറിയില്ല, എങ്ങനെയാണ് വളർത്തണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച് താ കർത്താവേ. സ്തോത്രം. മാനോഹ, ഈ സംഭവം നിങ്ങൾക്ക് അറിയാമായിരിക്കും. മാനോഹയുടെ ഭാര്യ മിസ്സിസ് മാനോഹ വയലിലിരുന്നപ്പോ ദൈവപുരുഷൻ വന്നേച്ചു പറഞ്ഞു, നീ മച്ചിയാണ്, നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഓടി വന്ന് ആരോട് പറഞ്ഞു? തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. അപ്പോൾ തൻ്റെ ഭർത്താവിനുള്ള ഒരു ആഗ്രഹമാണ്, എനിക്ക് മാത്രം പ്രത്യക്ഷമല്ല. അവിടെ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്? ഞങ്ങളുടെ അടുക്കൽ ഈ ദൈവപുരുഷൻ ഒന്നുകൂടെ എന്ത് ചെയ്യണം? വരണം. അതിനകത്ത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് നീ തരാൻ പോകുന്ന കുഞ്ഞിനെ എന്തൊക്കെയാ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാ വളർത്തേണ്ടത്, അതിന് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചു, പ്രാർത്ഥിച്ചു. ഇവരപ്രകാരം പ്രാർത്ഥനയോടുകൂടെ വളർത്തിയപ്പോൾ അതിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 24. ആ അത് വേണം അടിയിൽ വരാൻ. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. ശരിക്കും യഹോവ അവനെ അനുഗ്രഹിക്കാൻ കാരണം എന്താണ്? ഒന്ന് പറയാവോ? കുറച്ചു കാലം കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്, ബാലൻ ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്ന് യഹോവ അവനെ അനുഗ്രഹിച്ചു. എന്തുകൊണ്ടായിരിക്കും യഹോവനെ അനുഗ്രഹിക്കാൻ കാരണം? പാരൻസ് വളർത്തേണ്ടതുപോലെ എന്ത് ചെയ്തു? വളർത്തി. ആമേൻ. നമ്മുടെ മക്കളൊക്കെ വളരുമെന്നൊന്ന് ചിന്തിച്ച് കളയരുത്. മക്കളെ എന്ത് ചെയ്യണം? വളർത്തണം. പത്യോപദേശത്തിൽ വളർത്തണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഈ കണ്ടുവരുന്ന ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ കുടുംബങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിള്ളേരെ അവരെ വഴിക്കങ്ങ് വിടും. അവരെ ഡിസിപ്ലിൻ ചെയ്യത്തില്ല. ഒരു വേള ഇച്ചിരി കാത്തിരുന്ന് കിട്ടിയൊരു കുഞ്ഞാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് 2 നുള്ളൊക്കെ കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. കൊടുക്കണം. വല്ലപ്പോഴും ഒരു അടിയൊക്കെ കൊടുക്കാം. അയ്യോ, ഇത്രയും നാൾ കാത്തിരുന്ന് തന്നല്ലേ, തൊടാൻ പാടില്ല. നോ. വടിയെ സ്നേഹിക്കുന്നവൻ മകൻ എന്ത് ചെയ്യുന്നു? പകയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ അടി കൊടുത്തില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യത്തില്ല? സഹരിച്ചവൊക്കെ പറയുന്നത് പൊട്ടിപ്പോകത്തൊക്കെ അടി കൊടുക്കണം. എന്നാ കൊടുക്കണം? ഞങ്ങളൊക്കെ ഈ പ്രായത്തിൽ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകത്തൊക്കെ അടി. കാര്യം പോലെ ഞാൻ ഇച്ചിരി അത്യാവശ്യം കുരുത്തം കെട്ടൊരു കുട്ടിയായിരുന്നു കേട്ടോ. എൻ്റെ അപ്പൻ എനിക്ക് കിട്ടുന്ന പേര് നശീകരണ പുത്രൻ എന്നാണ്.
അപ്പൊ അങ്ങനെ ഇടണമെങ്കിൽ എന്തുമാത്രം കുരുത്തക്കേട് ഞാൻ കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ സങ്കല്പിക്കണം. ഇപ്പൊ സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾ 2 ഉണ്ട്. യവന്മാര് കുരുത്തക്കേട് കാണിക്കുമ്പോൾ തല്ലാൻ വടിയെടുക്കുമ്പോൾ ഇങ്ങനെ ഓങ്ങണത് പതിയാവും. കാരണം പണ്ട് കാണിച്ചിട്ടുള്ള കുരുത്തക്കേട് എൻ്റെ മനസ്സിൽ ഓടി വരും. അത്യാവശ്യമൊക്കെ അടി കൊടുക്കണം, ശിക്ഷ കൊടുക്കണം, ഒരു വഴി നിശ്ചയിച്ച് അതിലൂടെ വളർത്തണം. അത് ഏത് വഴിയാന്ന് ചോദിച്ചാൽ തിരുവചനത്തിന് പ്രകാരം മക്കളെ പത്യോപദേശത്തിൽ വളർത്തണം. വളരൂല, എന്ത് ചെയ്യൂല? അത് വളർത്തേണ്ട ആരാണ്? തന്തയും തള്ളയും കൂടെ പിള്ളേ വളർത്തണം. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ബോത്ത് പാരന്റ്സ്. എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കരുത്. റിജി അല്ലെ, റിജിക്ക് ഇട്ട് കൊടുക്കരുത്. റിജയ്ക്ക് ഇട്ട് കൊടുക്കരുത്. അതുപോലെ എല്ലാം ഭർത്താവിന് ഇട്ട് കൊടുക്കരുത്. പറ്റുമെങ്കിൽ 2 പേരും കൂടെ ചേർന്നങ്ങ് വളർത്തണം. ആമേൻ. എനിക്കറിയില്ല, ഞാനീ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. സെർവൻസിന് ഇട്ട് കൊടുക്കരുത്. ആർക്കിട്ട് കൊടുക്കരുത്? സെർവൻസിനിട്ട്. ഇന്ന് മിക്കവാറും 2 പേരും ജോലിക്ക് പോകുമ്പോൾ സെർവൻസ് ആണ് കൂടുതൽ നോക്കേണ്ടി വരുന്നത്. നിവർത്തി ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ഒക്കെ എടുത്ത് കുഞ്ഞുങ്ങളെ നോക്കണം. ഞാനത് പറയാൻ കാരണം, അറ്റ്ലീസ്റ്റ് ഒരു 3 തൊട്ട് 5 വയസ്സ് വരെ എങ്കിലും നിങ്ങളുടെ 100% പ്രസൻസ് ആരെങ്കിലും ഒരാളെ കുഞ്ഞിന് കൊടുക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ്, നിങ്ങളല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ്. കാരണം ഗ്രാൻഡ് പാരൻസിന്റെ മക്കളാണല്ലോ നമ്മൾ. ഏകദേശം ഒരുപോലെ ആയിരിക്കും. ബട്ട് ഒരിക്കലും ഒരു സെർവന്റിനെ കൊടുത്ത് നിങ്ങൾ വളർത്തരുത്. വളർത്തിയാൽ അവരുടെ പാറ്റേൺ കുഞ്ഞുങ്ങൾ പഠിക്കും, അവരുടെ രീതി കുഞ്ഞുങ്ങൾ പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ രീതിയിൽ കൊണ്ടുവരാൻ പിന്നാലെ പ്രയാസപ്പെടും. ഒരല്പം ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. എന്തായാലും ദൈവം ദാനമായി തന്ന കുഞ്ഞാണ്. 3 വർഷം, എത്ര വർഷം? ഒന്ന് പ്ലേ സ്കൂളിലൊക്കെ ഒന്ന് പോകുന്നത് വരെയും നിങ്ങളുടെ 100% അറ്റൻഷൻ കുഞ്ഞിന് കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പനും അമ്മയും കൂടെ ചേർന്ന് ആരെ വളർത്തണം? മോളെ വളർത്തണം. അപ്പൊ ഇതിനെ വളർത്തുമ്പോൾ എന്നാ പറ്റുമെന്ന് അറിയാമോ? ഇവിടെയാണ് ഇനി അടുത്തൊരു ചലഞ്ച് വരാൻ പോകുന്നത്. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം? മോളെ എന്താക്കാനാ ഇഷ്ടം? ഇഷ്ടമില്ലാതാണോ? ചിന്തിച്ചിട്ടേ ഇല്ല. ഓക്കെ, അശ്വിൻ ചിന്തിച്ചിട്ടില്ല. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചിന്തിക്കരുത്. എന്ത് ചെയ്യരുത്? മുട്ടും വരുന്നുണ്ട്. കർത്താവേ, ഈ കുഞ്ഞ് അങ്ങയുടെ ദാനമാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചു വാങ്ങിയതാ. 8 മാസം അല്ല നിങ്ങളുടെ പ്രാർത്ഥന, 8 മാസം വാക്യം കിട്ടിയതിനു ശേഷം പ്രാർത്ഥിച്ചതാ. കല്യാണം കഴിഞ്ഞ് നോർമലി കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പ്രയാസമാണ്, അന്ന് തുടങ്ങിയ കരച്ചില. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളടുത്ത് പറയാം. നമ്മുടെ ദൈവം ട്രീറ്റ്മെന്റ് ഇല്ലാതെ കുഞ്ഞുങ്ങളെ തരാൻ ശക്തനാണ്. ഞാനത് ശക്തമായി പഠിപ്പിക്കുന്ന ഒരാളാണ്. നിങ്ങൾ പോയതിനെ ഞാൻ തെറ്റ് പറയാനല്ല പറയുന്നത്. നമ്മൾ നമ്മുടെ തലമുറകൾ മനസ്സിലാക്കിയിരിക്കണം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മുട്ടുമരുന്ന് പ്രാർത്ഥിക്ക് ഒരു മരുന്നിന്റെ ആവശ്യമില്ല. യേശു സൗഖ്യമാക്കും, യേശു വിടുതൽ തരും. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയൊക്കെ വാങ്ങിയതല്ലയോ നമ്മളെയൊക്കെ? അങ്ങനെയല്ലയോ നമ്മൾ ഇതുവരെയൊക്കെ വന്നത്? ഇപ്പൊ നമുക്ക് ഫെസിലിറ്റീസ് കൂടിയപ്പോ, പോസിബിലിറ്റീസ് കൂടിയപ്പോ നമുക്കൊരു ചഞ്ചലിപ്പ് ഉള്ളിലുണ്ട്. സാരമില്ല, കർത്താവ് ചിലതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ. ഇനി സാക്ഷി പറയുമ്പോൾ പറയണം, കർത്താവ് നിങ്ങൾ മെഡിക്കൽ സയൻസ് ഒരു ഡോക്ടറാണ്. 2 പേരും ഡോക്ടേഴ്സാണ്. തീർച്ചയായിട്ടും മെഡിക്കൽ സയൻസിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ആമേൻ, സ്തോത്രം. തിരിച്ചു വരട്ടെ. അപ്പം വളർത്തുമ്പോ നിങ്ങൾ 2 പേരും പ്രത്യേകിച്ച് കുഞ്ഞിന്നതാകും എന്ന് പറയരുത്. കുറച്ച് ദിവസം കഴിഞ്ഞ് മോള് വളർന്നു വരുമ്പോൾ പറയും, അപ്പൊ എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. എന്തായാലും മോൾ ഒരിക്കലെങ്കിലും പറയും എനിക്ക് ആരാവണമെന്ന്. കാരണം നിങ്ങൾ 2 ഡോക്ടേഴ്സ് അല്ലേ, ഡോക്ടർ ആവണമെന്ന് പറയുമ്പോൾ മോളോടൊരു മറുപടി പറയണം. മക്കളെ, ദൈവം അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്ക്, ദൈവഹിതമാണെങ്കിൽ മോൾ ഡോക്ടറാവും. ആമേൻ. ശ്രദ്ധിക്കണം. ഇത് എല്ലാ പാരൻസും ശ്രദ്ധിച്ചോളണം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളണം. മക്കളെ, നമുക്ക് ആരുടെ ഇഷ്ടമുള്ളതുപോലെ ആയാൽ മതി, ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ആയാൽ മതി. ഞാൻ ഈ പറയുന്ന ഉപദേശങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് ദൈവം തന്നത് ഇങ്ങനെ സ്കാറ്റേർഡ് ആണെങ്കിൽ നിങ്ങളോട് ഞാനങ്ങ് പറയുക ചെയ്യുന്നത്. അപ്പോൾ മോള് വളർന്നു വരുമ്പോൾ, മോളൊന്ന് സംസാരിക്കാൻ പ്രായമായി, എന്താകണമെന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാൻ പ്രാപ്തരാകുമ്പോൾ മോള് പറയുന്നത് എന്ത് പറഞ്ഞിട്ട് ഇരിക്കട്ടെ, എന്ത് പറഞ്ഞാലും മോളോട് പറയണം, മക്കളെ പ്രാർത്ഥിക്കും, മക്കളെ ദൈവത്തിന് ഹിതമുള്ളതുപോലെ മക്കളാവ്. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ഇളയ മോന്
കുറച്ചാൾ മുന്നേ മൂത്തവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ നേർന്നതാണ്. അവൻ ആ ലെവലിൽ തന്നെ വളർന്നു വരുന്നുണ്ട്, നന്നായി വളർന്നു വരുന്നുണ്ട്, ആ സമർപ്പണം തന്നെ വളർന്നു വരുന്നുണ്ട്. എന്നാൽ ഇളയവൻ കുറച്ചാൾ മുന്നേ പറഞ്ഞ് എനിക്ക് സയൻറ്റിസ്റ്റ് ആവണം. അപ്പം ഞാൻ സയൻറ്റിസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അവന് എക്സ്പോഷർ കൊടുക്കുമായിരുന്നു. ഇപ്പം കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞിട്ട് പറയുമ്പോൾ ഡോക്ടർ ആവുകയാണ്. ഇപ്പം ഞാൻ ഡോക്ടറിൻ്റെ കാര്യങ്ങൾ കുറേ എക്സ്പോഷർ കൊടുക്കുകയാണ്. ആരാകുമെന്ന് എനിക്കറിയില്ല. 1 യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ ലേഖനം 3 പറയുന്ന പോലെ നാം എന്താകുമെന്ന് ഇതുവരെ നമുക്ക്, അതുപോലെ തന്നെ ഈ കുഞ്ഞെന്താകുമെന്ന് നമുക്ക് വെളിപ്പെട്ടിട്ടില്ല. ഒരു കാര്യം നിങ്ങളോട് പറയാൻ പറഞ്ഞു, നിങ്ങളും എന്താകുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് പ്രാർത്ഥിച്ചങ്ങ് നേടിയെടുക്കണം. ഫ്ലെക്സിബിൾ ആകുകയും കൂടെ വേണം. കർത്താവ് വായിക്കുന്നിടത്ത് പോകണം കേട്ടോ. മസിൽ പിടിച്ച് നിൽക്കരുത്. എവിടെ ദൈവം അയച്ചാലും അങ്ങ് പോയേക്കണം. ചിലപ്പം നിങ്ങൾ ഇനിഷ്യലി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കും, ബട്ട് കർത്താവ് വായിക്കുന്നിടത്ത് എന്ത് ചെയ്യണം? അങ്ങ് പോയേക്കണം. ഓക്കെ. അപ്പൊ എന്നിട്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയാം? ഈ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വളർത്തണം. ഈ വളർത്തുക എന്ന് പറയുമ്പോൾ അതിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ 1-2 കാര്യം. കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കുഞ്ഞും പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കുഞ്ഞും പ്രാർത്ഥിക്കും. കുഞ്ഞിന് വേദപുസ്തകം വായിക്കാൻ നിങ്ങൾ പഠിപ്പിക്കണ്ട. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ ആരും വായിക്കും? കുഞ്ഞും വായിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് കൊടുത്തു വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ. സ്തോത്രം. ബാക്കിയെല്ലാം 2ാം സ്ഥാനത്ത് മതി. കുഞ്ഞിനെ പറഞ്ഞും പഠിപ്പിക്കണം. എനിക്കറിയാം നിങ്ങളുടെ രീതി കണ്ടപ്പോൾ അത്യാവശ്യം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വരും തലമുറ, ഞങ്ങൾ ഇന്ന് ക്ലാസ്സിൽ കുറേയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. സ്തോത്രം. ഇന്നത്തെ തലമുറ ദൈവകൃപയിൽ വളർത്തിക്കിട്ടാൻ നന്നേ പ്രയാസമാണ്. അതിൻ്റെ കാരണം നമ്മൾ വളർന്നു വരുന്ന സൊസൈറ്റി നല്ലതല്ല. നല്ലതല്ല. എന്നാൽ വേദപുസ്തകത്തിനകത്ത് മോശ എന്നൊരു മോശക്കുഞ്ഞ്, 2ാമത് ശമൂവേല്, ഇവർ 2 പേരും ഏത് എൻവയോൺമെന്റിലാണ് വളർന്നത്? മോശം എൻവയോൺമെന്റിലാണ് വളർന്നത്. മോശ വളർന്നത് എവിടെയാ? മിസ്രൈമിന്റെ വീട്ടിലാണ് വളർന്നത്. പക്ഷെ 40 വയസ്സായപ്പോ അവൻ ഇറങ്ങി വന്നപ്പോ അവന്റെ സഹോദരങ്ങൾ ആരാന്നൊരു തിരിച്ചറിവ് അവനുണ്ടായി. അനീതിക്ക് പ്രതികരിക്കാൻ തിരിച്ചറിവുണ്ടായി. അത് എപ്പോഴാ? പാലുകൂടി മാറുന്നതിന് മുന്നേ അമ്മ പഠിപ്പിച്ചു കൊടുത്തതാ. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അമ്മയ്ക്ക് ഇച്ചിരി റോള് കൂടുതലാണ്. അമ്മയുടെ കൂടെയാ കുഞ്ഞ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. കുഞ്ഞിന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പാട്ടിലൂടെയും കഥയിലൂടെയും പറഞ്ഞ് പഠിപ്പിക്കണം. പപ്പയുടെ കയ്യിലും കിട്ടുമ്പോൾ അതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. ഈ പറഞ്ഞ സാക്ഷ്യം ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. മോൻ ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ടതാണോ പെന്തക്കോസ്ത് ജനിച്ചതാണോ? I just want to ask, are you born and brought up in a Pentecostal family or Pentecostal family? So may I know who came to faith? Your mother or father or grandparents? Grandparents. So grandmother or grandfather? Both together came. Why? What is the reason behind it? I don't really know. This is the problem of present Pentecostalism. I'm sorry. This is the problem of present Pentecostalism. Our children doesn't know how we got saved. Yes, really, you're absolutely right, Mone. നമ്മുടെ മക്കൾക്ക് അറിയില്ല നമ്മൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് യഹോവയായ ദൈവം കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. I have a request. Once you go home today itself, you call your parents. Still your grandparents are there? Okay, you just ask them how you got saved. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ നിങ്ങളുടെ പാരൻസ് ഒക്കെ എങ്ങനെ രക്ഷിക്കപ്പെട്ടതെന്ന്? അറിയത്തില്ല എങ്കിൽ നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കണം. എന്തിനാന്നറിയാവോ? അത് കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കും. See, my father came to faith, and also my mother. My father had epilepsy, and he was continuously affected with it. Once he was about to hit by a car, and once he was about to, fell on fire. Both the situations got saved. And ഇപ്പോഴും
ഒരാൾ ചുഴലി രോഗം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടത്തോടെ പ്രാർത്ഥിക്കും. കാരണം എൻ്റെ അപ്പനെ പിടിപ്പിച്ച കർത്താവിന് എന്ത് പിടിപ്പിക്കാൻ പറ്റും? അതാ എൻ്റെ വിശ്വാസം. എണ്ണി പറഞ്ഞ ഇഷ്ടംപോലെ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ പപ്പയെ പിടിപ്പിച്ച ദൈവം ഇത് പിടിപ്പിക്കും. അതാണ് നമ്മുടെ വിശ്വാസങ്ങൾ. അപ്പൊ അതുകൊണ്ട് മോളെ എല്ലാം പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ. കുഞ്ഞു പ്രായത്തില് പറഞ്ഞത് പതിയണം അവളുടെ ഉള്ളിൽ. മക്കളെ ദൈവം ഞങ്ങൾക്ക് തന്നതാണ് മക്കളെ. ഇത് പറഞ്ഞ് പഠിക്കുമ്പോ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ആ ദൈവ സ്നേഹവും ദൈവ ഭയവും ഉണ്ടാകും. പറഞ്ഞ് പഠിപ്പിക്കണം. പാരൻസിന്റെ സ്റ്റോറി. അങ്കിളാണോ ആദ്യമായിട്ട് രക്ഷിക്കപ്പെടുന്നത്, അതോ അങ്കിളുടെ പാരൻസ് ആണോ? അങ്കിളാ രക്ഷിക്കപ്പെട്ട. ആ സ്റ്റോറി മോൻ അറിയാമോ? പ്രൈസ് ദി ലോർഡ്. അല്ല, ആന്റിയാണോ ആദ്യം രക്ഷിക്കപ്പെടുന്നത്? ആണ്. ആ സ്റ്റോറി മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എല്ലാ സ്റ്റോറിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ആന്റിയുടെ തലയാട്ടിൽ കേട്ടിട്ട് എവിടെയോ എന്തോ മറച്ചു വെച്ചിരിക്കും പോലെയുണ്ട്. ആന്റിയുടെ മക്കൾക്കും പറയണം, ഈ കൊച്ചുമോള് വളർന്നു വരുമ്പോ ഉണ്ടല്ലോ, വിളിച്ചിരുത്തി വെച്ച് മക്കളെ വാ മക്കളെ കഥ പറയട്ടെന്ന് പറഞ്ഞു വെച്ച് കാക്കയുടെയും പൂച്ചയുടെയും കഥ പറയാതെ നിങ്ങൾ രക്ഷിക്കപ്പെട്ട കഥ കൊച്ചു മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും ചരിത്രം നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് സ്റ്റോറീസ് നഷ്ടപ്പെട്ടു പോയി. ഇനി നമ്മളാണെങ്കിൽ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കണം. വേദപുസ്തകത്തിലെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിനേക്കാളും അത്ഭുതം കണ്ടവരല്ലേ നമ്മൾ? ആണോ അല്ലേ? ഇതിൽ എഴുതിയതിനേക്കാൾ അത്ഭുതം കണ്ടവരാ നമ്മൾ. സ്തോത്രം. അങ്ങനെ പറഞ്ഞു പോയാൽ പറ്റത്തില്ല. അപ്പൊ കൊച്ചിനെ എന്ത് ചെയ്യണം? വളർത്തണം. എങ്ങനെ വളർത്തണം? നല്ല ആത്മീയ അച്ചടക്കത്തിൽ വളർത്തണം. തിരുവചന അടിസ്ഥാനത്തിൽ വളർത്തണം. വളർത്തിയാൽ ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. നമുക്ക് എന്തു കൊടുക്കാൻ പറ്റും? നമുക്ക് കുറെ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും അല്ലെ? നമുക്ക് കുറച്ച് പണം കൊടുക്കാൻ പറ്റും. ഇത് രണ്ടും കൊണ്ട് എന്തെങ്കിലും ആവും. നിങ്ങളുടെ അനുഭവം തന്നെയല്ലേ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ സമാധാനം കിട്ടുമോ? ഐശ്വര്യം കിട്ടൂല. ഇതെല്ലാം ആര് തന്നാലേ ഉള്ളൂ? ദൈവം തന്നാലേ ഉള്ളൂ. അപ്പൊ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുഞ്ഞ് വളർന്നു വരുമ്പം കുഞ്ഞിന്റെ ഈ പ്രായമൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി വർത്തമാനമൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ് കളിപ്പിക്കാനും. അത്യാവശ്യമൊക്കെ ഈ ഇൻഫാൻസി പീരീഡ് കഴിഞ്ഞ് ഒരു ബേബി ഹുഡൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഡെവലപ്മെന്റ് ചെയ്യുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അതറിയാം. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് വന്ന് ഒരു വേള അഡോളസൻസ് വരുമ്പോ ഇച്ചിരി പാടാ മാനേജ് ചെയ്യാം. ഇച്ചിരി പാടാം. നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു കർത്താവ് പോലും എന്ത് ചെയ്തു? 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പോയിട്ട് അവിടെ അങ്ങ് തങ്ങിയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആരെ കണ്ടില്ല? യേശുവിനെ കണ്ടില്ല. കാണാതെ വന്നപ്പോ ആരാണ് യേശുവിനെ തെരഞ്ഞു പോയത്? അമ്മ അല്ലേ? അപ്പൊ എന്താ അമ്മ മാത്രമാണോ പോയത്? രണ്ടുപേരുണ്ടാ? ഏതെങ്കിലും ഒന്ന് പറ. വേണമെങ്കിൽ ഇട്ട് കൊടുക്ക്. 2:48. ലൂക്കോസ് 2:48. ലൂക്കോസ് 2:48. സംശയം നീന്നാ? ഇനി എന്നെ മറക്കൂലല്ല. അപ്പനും അമ്മയും കൂടെ എന്ത് ചെയ്തു? വ്യസനിച്ച് തെരഞ്ഞു. ഞാനിന്ന് പറയാൻ കാരണം, എന്തെങ്കിലും ഒരു പ്രതിസന്ധി മോളുടെ ജീവിതത്തിൽ വന്നാൽ പരസ്പരം പഴിചാരാൻ നിൽക്കരുത്. എടി നിന്റെ കൂടെ അല്ലടി ഫുൾ ടൈം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയത് എന്ന് പറയാതെ ബാ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ബാ നമുക്ക് പ്രാർത്ഥിക്കാം. ബാ നമുക്ക് തെരഞ്ഞു പോകാം. നമ്മുടെ കൊച്ചല്ലേ, നമുക്ക് ഇറങ്ങിത്തിരിക്കാം എന്ന് ഒരു കൂട്ടുത്തരവാദിത്തം വേണം. സ്തോത്രം. ജീവിതം ഒരിക്കലും പട്ടുമെത്തൊന്നുമല്ല. ഒത്തിരി ക്രൈസിസുകൾ വരും. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സ്തോത്രം. നല്ല പ്രായത്തിലിരിക്കുന്നവർക്ക് അറിയാം എത്ര ക്രൈസിസ് കഴിഞ്ഞിട്ടാ ഇത്രയും പ്രായം വരെ വന്നെത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നടന്നതൊക്കെ പ്രതീക്ഷിതമാണോ നടന്നത്? അപ്രതീക്ഷിതമായ എന്തോരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷെ ഇന്നും നമ്മളുണ്ട്. ആര് നിർത്തിയിരിക്കുകയാണ്? പക്ഷേ പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മുടെ അടുപ്പം ഒന്നുകൂടെ കൂടേണ്ടത്. സ്തോത്രം. ചിലപ്പോൾ തെറ്റ് പങ്കാളിയുടേതായിരിക്കും. ശരിക്കും യഹൂദന്മാരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആ മക്കൾ ആരോടെ നടക്കണം?
ആ മക്കൾ അപ്പന്റെ കൂടെ നടക്കണം. അമ്മയ്ക്ക് തീർച്ചയായിട്ടും അപ്പനെ വഴക്ക് പറയാം. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ തിരിച്ചുപോയി ആരെ കണ്ടുപിടിച്ചു? യേശുവിനെ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചപ്പോഴും ചാടി വീണതാരാണ്? അത് അമ്മമാരങ്ങനെയാണ് കേട്ടോ. മക്കളൊക്കെ മനസ്സിലായിക്കൊള്ളണം. അമ്മമാർ ആദ്യം ചാടി അങ്ങ് വീഴും. അപ്പൊ അപ്പം കൈലമേ കാലുമായിട്ട് പത്രം വായിച്ചോണ്ട് ഇരിക്കും. എല്ലാം കഴിയുമ്പോ അമ്മ അപ്പന്റെ നേർക്ക് തിരിയുമ്പോ അപ്പൻ ഒന്നും ചെയ്യും. അങ്ങനെയൊക്കെയല്ലേ? ഇത്രയും നേരം ഇവിടെ ഒരാൾ തൊള്ള തുറന്ന് വിളിക്കണ്, നിങ്ങളതൊന്നും എന്ത് ചെയ്യണില്ല, അറിയണില്ല എന്ന് പറയുമ്പോ പതിയെ ആശാനൊന്ന് തലവൊക്കി വരും. സ്തോത്രം. അതിനിടയ്ക്ക് അമ്മയും മോനും തമ്മിലുള്ള വഴക്ക് ഏകദേശം അടി കഴിഞ്ഞിരിക്കും. ഞാനീ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, പ്രശ്നങ്ങൾ വരുമ്പോ പരസ്പരം പഴിചാരരുത്. പരസ്പരം പഴിചാരിയാൽ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച കൂടും, പിശാചിനകത്ത് മുതലെടുക്കും, മക്കളെ വളർത്താൻ പറ്റത്തില്ല. വരും, ഇഷ്ടക്കേടുകൾ വരും, അല്ലെങ്കിൽ പ്രതിസന്ധികൾ, ഒത്തിരി പ്രതിസന്ധികൾ വരും. ഇവിടെ യേശുവിന്റെ കാര്യത്തിൽ കാണാനില്ലാത്തൊരു പ്രതിസന്ധിയാണ് വന്നത്. 3-ാമത്തെ ദിവസം കണ്ടുപിടിച്ച. എത്ര ദിവസം? ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും നേരം അതാ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. വ്യസനിച്ച് നിന്നെ തെരഞ്ഞു. ഇനി അത് പറയുമ്പോ നമ്മുടെ പിള്ളേരും ചിലപ്പം കാണാതെ പോകും കേട്ടോ. വീട്ടിൽ ഉണ്ടോ? ഉണ്ട്. നമ്മളെ കൂടെ ഉണ്ടോ? ഇല്ല. അതാണ് ഇന്നത്തെ ലോകം. വീട്ടിൽ ഉണ്ടോ? ഉണ്ട്. നമ്മളെ കൂടെ ഉണ്ടോ? ഇല്ല. എനിക്ക് ഇന്ന് രാത്രി സംസാരിക്കേണ്ടത് 2-ാമത്തെ സെഷനാണ്. അതിന്റെ ആദ്യത്തെ സെഷൻ ഞാൻ രാവിലെ ക്ലാസ്സിൽ പറഞ്ഞ കേസാണ്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ മക്കളുടെ മേലെ എപ്പോഴും നമുക്കൊരു ശ്രദ്ധ ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞ് അവരെപ്പോഴും നമ്മളിങ്ങനെ പുറകെ നടക്കണമെന്നല്ല. ഒരു കൗമാരമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഒന്ന് ഫ്രീഡം കൊടുക്കണം. പക്ഷെ എങ്കിലും ഒരു ചരടിട്ട് അവരെ പിടിച്ചോളണം. ഞാൻ പറയും പട്ടമാണ്. ഇതെന്തുവാണ്? പട്ടമാണ്. അത്യാവശ്യം പറക്കാൻ വിടണം. പക്ഷേ പട്ടത്തിന്റെ ചരട് ആരുടെ ഉണ്ടാവണം? നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ കൊച്ച് നല്ല പെന്തക്കോസ്റ്റ് ഫാമിലി, ജനിച്ചത് പെന്തക്കോസ്റ്റില്. ഇപ്പോ സംഭവിച്ചത് അമിതമായിട്ടങ്ങ് വിശ്വസിച്ചു. അതുകൊണ്ട് മറ്റൊരു 17 വയസ്സേ ഉള്ളൂ, മറ്റൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ഡൗട്ട് ചെയ്യുക. ഞാനിത് പറയാൻ കാരണം നിങ്ങളിത് അറിഞ്ഞിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളും സേഫ് അല്ല എന്നറിഞ്ഞിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് സോ കോൾഡ് ഹോളി അല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയാകുന്ന വലയത്തിലും സ്നേഹമാകുന്ന ചരടിലും പിടിച്ചിട്ടോളണം. അങ്ങനെയെങ്കിലും ഒന്ന് ചലിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് നമുക്ക് കാണിച്ചു തരും. ആ ഒരു വലയം എപ്പോഴും ഇട്ടേക്കണം. ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട. എന്താ വേണ്ട? ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട. കാരണം ആർക്കും എപ്പോഴും വേണമെങ്കിലും ഒരു തെറ്റ് സംഭവിക്കാം. തെറ്റുകൾ വല്ലതും വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തുകൊള്ളണം, നിങ്ങൾ ഒരുമിച്ച് നിന്നോളണം. ആര്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാലേ മക്കളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കിയാൽ ആര് മുതലെടുക്കും? സത്യം പറഞ്ഞാൽ പല കുടുംബങ്ങൾക്കകത്തും അപ്പന്റെ അമ്മയുടെ അടി ആര് മുതലെടുക്കുക ചെയ്യുന്നത്? പിള്ളേര് മുതലെടുക്കുക. പിള്ളേർക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ മുതലെടുക്കണം അറിഞ്ഞൂടെ? അപ്പനെ മാനിപ്പുലേറ്റ് അറിഞ്ഞൂടെ? അപ്പൻ്റെ അടുത്ത് എങ്ങനെ കാര്യം നടക്കണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് എങ്ങനെ കാര്യം നടക്കണം അറിഞ്ഞൂടെ? അറിയാം, നമുക്കറിയാം. അമ്മയുടെ അടുത്ത് പോയി എങ്ങനെ നടക്കും നമുക്കറിയാം. എനിക്കറിയാം എൻ്റെ അമ്മയെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന്, എൻ്റെ പപ്പ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. അതിനു വേണ്ടി എന്ത് ചെയ്യരുത്? നമ്മൾ നിന്നു കൊടുക്കരുത്, ചേർന്ന് നിൽക്കണം. സ്തോത്രം. അടുത്തെനിക്ക് പറയാനുള്ളത് മറ്റൊരു, ഞാൻ നേരത്തെ പറഞ്ഞ ശിംശോന്റെ ഉദാഹരണം കൂടെ പറയാം. യഹോവയായ ദൈവം അനുഗ്രഹിച്ച മകൻ. അടുത്ത അധ്യായത്തിൽ കാണുന്നത് തിമ്നയിൽ പോയി. നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റോറിയാണ്. ഞാനത് പറയാൻ കാരണം അതും ഒന്ന് എഴുതി വായിച്ച് അതിന്റെ 14:5 ഒന്ന് എഴുട്ടെ. 14:5 ന്യായാധിപന്മാർ 14:5. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയ്ക്ക് പോയി. മതി മതി മതി, ആ സംഭവം നിങ്ങൾക്ക് അറിയാലോ. അവൻ വഴിവിട്ട പോക്കാണ് പോയത്. പക്ഷേ ആര് കൂടെ പോയി? അപ്പനും അമ്മയും കൂടെ പോയി. എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും, യേശുവിൻ്റെ ഇത്രയും പ്രതിസന്ധിയുള്ള ഘട്ടം അല്ലായിരുന്നു. പക്ഷെ ശിംശോനത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ജാതീയ പെൺകൊച്ചിനെ കല്യാണം കഴിക്കാൻ പോണ പോക്ക. പക്ഷെ എങ്കിലും ഇവര് പറഞ്ഞു നീ പോണ ശരി. ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കേട്ടോ. ആ വാങ്ങ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചെന്ന് കുറച്ചുകൂടെ മനസ്സിലാവും. സമയക്കുറവുണ്ട്, ഞാൻ പെട്ടെന്ന് പോകുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത പാവം പറഞ്ഞു ഇല്ല, എനിക്ക് ഈ കൊച്ചിനെ തന്നെ എന്ത് ചെയ്യണം, കല്യാണം കഴിക്കണം. അപ്പോഴും ഇവര് തമ്മിൽ തെറ്റിയില്ല. ഞാനത് പറയാൻ ഇത്രയും പറഞ്ഞു വരുന്നത്, ഇവര് തമ്മിൽ തെറ്റിയില്ല. ഇവർ ഒറ്റ കൈയായിട്ട് നിന്നിട്ട് രണ്ടുപേരും കൂടെ പോയി എന്ത് ചെയ്തു? ആ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് കൊടുത്തു.
പ്രിയ കുടുംബം, എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ രണ്ടാകരുത്. പക്ഷെ അത് ഒത്തിരി കൊണ്ടുവരും കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ. ചിലപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ആ ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യണം? മറ്റേയാളൊന്ന് തണുക്കണം. പഴമക്കാർ പറയും, 2 കൈ കൊണ്ട് അടിച്ച് എന്ത് കേൾക്കും? ശബ്ദം കേൾക്കും. പിന്നെ പിള്ളേരുടെ മുമ്പിൽ വെച്ച് നിവർത്തിയുള്ളിടത്തോളം എന്തുണ്ടാക്കരുത്? അടി ഉണ്ടാക്കരുത്. ഇനി അടി ഉണ്ടാക്കിയാൽ തന്നെയും നിങ്ങൾ ഒരുമിച്ച് പോകുന്ന സ്നേഹബന്ധം അവർ കാണണം. ഒരു കോൺഫ്ലിക്ട്സ് വരുമ്പോൾ പരസ്പരം ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ അതിനുള്ള സമയം കണ്ടെത്തണം. അപ്പോൾ കോൺഫ്ലിക്ട്സ് കൊണ്ടുവരരുത്. ഇനി ഞാൻ അടുത്ത 1-2 ഭാഗം കൂടെ പറഞ്ഞ് വേഗത്തിൽ ഞാനങ്ങ് നിർത്താം. ഇപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർക്കാമോ? ഒന്നാമത്തെ കാര്യം, ദൈവം നിങ്ങളെ ചേർത്തത്, ദൈവം ചേർത്തപ്പോൾ പരസ്പര പൂരകങ്ങളാണ്. കഴിവുകളും കഴിവുകേടുകളും ദൈവം തന്നിട്ടുണ്ട്. അതിനെന്ത് ചെയ്യുക? പരസ്പരം പൂരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഈ ലോകത്തിൽ സാധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ സ്വർഗം നിങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. പിശാചിനിടം കൊടുക്കരുത്. കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ, ദൈവമാണ് ഈ കുഞ്ഞിനെ തന്നത്. ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പ്ലാനുണ്ട്. നമ്മുടെ പ്ലാനുകൾ വെച്ച് ലിമിറ്റ് ചെയ്ത് കളയരുത്. ഈ കുഞ്ഞിനെ എന്താണോ ദൈവം പ്ലാൻ ചെയ്യുന്നത് അതിലേക്ക് കുഞ്ഞിനെ അങ്ങ് വിട്ടുകൊടുക്കണം. വിട്ടുകൊടുക്കുമ്പം കുഞ്ഞിനെ ദൈവം എടുക്കും. നമ്മൾ ഈ സമർപ്പിക്കുമ്പോഴേ ദൈവം എന്ത് ചെയ്യുള്ളൂ? എടുക്കുള്ളൂ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. ഈ പ്രാർത്ഥനയിൽ പെട്ടെന്ന് കയറി വരുന്നോണ്ട് ഞാനൊക്കെ പറയുവാണ്, നമുക്കൊക്കെ ഈ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ പ്രാർത്ഥന ഇടയ്ക്കൊന്ന് ഓർക്കുന്നതും പറയുന്നതൊക്കെ നല്ലതാണ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയല്ല. ഗെത്സമന തോട്ടത്തിൽ അത്രയും പ്രതിസന്ധി ഉള്ളപ്പോഴും യേശു കർത്താവ് പറഞ്ഞൊരു വാചകമുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ആ ഒരു സമർപ്പണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ പറയുമ്പോൾ ഈ കുഞ്ഞിന് എത്ര വയസ്സുവരെ വളർത്താനാണ് നിങ്ങളെ തന്നേക്കുന്നത്? വെരി ഗുഡ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സത്യസന്ധമായിട്ട് പറഞ്ഞ് നമുക്കറിയില്ല. പിന്നെ കർത്താവ് നമുക്ക് ആയുസ്സോടെ ആരോഗ്യത്തിൽ തന്നാൽ ഏതുവരെ വളർത്തണം? കല്യാണം കഴിയുന്നത് വരെ. അത് കഴിഞ്ഞ് ആരും നോക്കിക്കോളും? ഭർത്താവ് അവരും കൂടെ അങ്ങ് നോക്കിക്കോളും. ഇത് ഞാൻ പറയാൻ കാരണം, ഈ കുടുംബജീവിതത്തിനകത്ത് അപ്പൻ, അമ്മ, മക്കൾ ഇതിനായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. അവിടെ പറഞ്ഞാൽ നിർത്താൻ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, അശ്വിന് പാരൻസ് ഉണ്ട്, റിജിന് പാരൻസ് ഉണ്ട്. ഈ 2 പാരൻസും നിങ്ങളുടെ വെൽ വിഷേഴ്സാണ്. അവർ പറയുന്ന കാര്യങ്ങളൊന്നും തള്ളിക്കളയരുത്. ഒന്നും എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ വഴക്കുണ്ടാക്കാനൊന്നും പോകരുത്. അങ്കിളും ആൻറ്റിയും കൂടെ പറഞ്ഞാൽ എല്ലാം ഇരുന്ന് കേൾക്കണം. എല്ലാം ഇരുന്ന് കേൾക്കണം. പാരൻസ് പറഞ്ഞാൽ 2 കൂടെ എല്ലാം ഇരുന്ന് കേൾക്കണം. കേട്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ വന്നിട്ട് ഫൈനൽ ചെയ്യാം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക, പാരൻസ് വെൽ വിഷേഴ്സാണ്. നിങ്ങൾക്ക് ദോഷമായിട്ടൊന്നും പറഞ്ഞു തരത്തില്ല. അതല്ല, അവർ നല്ല റിസർവേഴ്സാണ്. എത്രയോ വർഷം കുടുംബജീവിതം നയിച്ച്, മാത്രമല്ല നിങ്ങളെ ജനിച്ചത് മുതൽ അറിയാമെന്നുള്ള ആർക്കേ ഉള്ളൂ, അല്ലേ? അവർ പറയുന്ന സജഷൻസിന്റെ മുഖവിലേക്ക് എടുത്തിട്ട് ഒരുമിച്ച് വന്നിരുന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്കാണ് സംസാരിച്ചെങ്കിൽ, എടി എൻ്റെ പാരൻസ്, അല്ലെങ്കിൽ അച്ഛാ എൻ്റെ പാരൻസ് ഇങ്ങനെ പറഞ്ഞു, എന്താ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ ഒരുമിച്ചിരുന്നാണ് സംസാരിച്ചെങ്കിൽ വന്ന് ഒരുമിച്ച് നിങ്ങൾ രാത്രി വരുമ്പോൾ ഒരുമിച്ച് എന്ത് ചെയ്യുക? സംസാരിക്കുക. എന്താ ഇതിനാ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പരസ്പരം ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പം അങ്ങനെ പരസ്പരം ചോദിച്ചു നോക്കിയിട്ട് പ്രാർത്ഥിക്കുക. അടുത്ത 2ാമത് പ്രാർത്ഥിക്കുക. ഏത് വിഷയത്തിനകത്തും പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ പപ്പ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പപ്പ ഇങ്ങനെ പറയും, ഞങ്ങളുടെ അമ്മ ഇങ്ങനെ പറയുക, ഞങ്ങൾ എന്താണ് കർത്താവേ ചെയ്യേണ്ടത്? സ്തോത്രം. എന്നോട് വരുന്നുണ്ടോ നിങ്ങൾ? ഞാൻ 3ാമത്തെ ലെവലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സ്തോത്രം. ചിലപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള വെൽ വിഷേഴ്സ് പറയും. അവരാരെന്ത് സജഷൻ പറഞ്ഞാലും ആ സജഷൻസിനെ സ്വീകരിക്കുകയും ഡിസിഷൻ നിങ്ങളുടേത് മാത്രമായിരിക്കണം. ഡിസിഷൻ നിങ്ങൾ 2 പേരും ദൈവവും കൂടെ ചേർന്നെടുത്തോളണം. അതിനകത്ത് വേറെ ആരെയും ഉൾപ്പെടുത്തരുത്. ഇനി എടുക്കുന്ന ഡിസിഷൻ നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കുക. ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ദൈവം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളത് എടുത്തു. ഇനി അങ്ങനെ എടുത്തു എന്ന് പറഞ്ഞ് വരുമ്പോൾ അത് മക്കളെ ഒരിക്കലും ശരിയാവില്ല എന്ന് പാരൻസും പറയരുത്. മക്കളെ, ദൈവം നിങ്ങളെ അങ്ങനെ നയിക്കുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ പെക്കോ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ആമേൻ.
ഞാനിത് പാരൻസിനോടാണ് പറയുന്നത്. മുതിർന്നവരിവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. മക്കൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഡിസിഷൻ എടുത്ത് മൂവ് ചെയ്യുവാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയണം, മക്കളെ എനിക്കതിനോട് വലിയ താല്പര്യം തോന്നുന്നില്ല, പക്ഷെ മക്കളെ നിങ്ങൾ അതിനകത്ത് ഇറങ്ങിത്തിരിക്കുവാണെങ്കിൽ ഞങ്ങൾ എതിര് നിൽക്കത്തില്ല. മക്കളെ നിങ്ങൾ ചെയ്തോ, ഞങ്ങളുടെ പ്രാർത്ഥന പുറകിൽ ഉണ്ട്. ആമേൻ. സ്തോത്രം. അങ്ങനെ ഇറങ്ങിത്തിരിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ MDH കൗൺസിലിംഗ് പഠന സമയത്ത് ഞാൻ ഹീബ്രു ഗ്രീക്കൊക്കെ അഡ്വാൻസ് ചെയ്ത ഒരാളാണ്. അത്യാവശ്യം ഒരു പഠിപ്പിയാണ്. അപ്പോൾ MDH കൗൺസിലിങ്ങിന് ഇറങ്ങാനായിട്ട് തീരുമാനം എടുത്തപ്പോൾ എൻ്റെ പാരൻസിനോട് പപ്പയെ അറിയാവുന്ന അധ്യാപകർ പറഞ്ഞു, സാമിനെ കൗൺസിലിങ്ങിന് വിടരുത്, അവന് സാധ്യതകൾ കിട്ടത്തില്ല, ഓപ്പർച്യൂണിറ്റീസ് കിട്ടത്തില്ല. പരമാർത്ഥമാണ്, സത്യമാണ്. കാരണം സെമിനാരികളിലൊക്കെ കൗൺസിലിംഗ് അധ്യാപകർ വളരെ കുറവാണ്, പോസിബിലിറ്റീസ് വളരെ കുറവാണ്. പക്ഷേ ദൈവം എന്നോടൊരു കൺഫർമേഷൻ പറഞ്ഞു, മക്കളെ നീ ഇറങ്ങണം. ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് കർത്താവ് എന്നെ മാനിച്ചു. ഇന്ന് ഇവർക്കൊക്കെ അറിയാം, ജെസ്സി ആൻറ്റിക്കും പാസ്റ്ററിനൊക്കെ അറിയാം, നന്നേ തിരക്കുള്ളൊരു വ്യക്തിയാണ് ഞാൻ. നന്നേ തിരക്കാണ്. ആ തിരക്ക് മുഴുവനും 90% കൗൺസിലിങ്ങിലെ തിരക്കുകളാണ്. ഒന്നിൽ അപ്പോയിൻമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് ആയിരിക്കും. ചർച്ച് മിനിസ്റ്റർ ഉള്ളതുകൊണ്ട് അതിൻ്റെയും തിരക്കുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ, മറിയ വിരുന്നുവാഴിയോട് വേലക്കാരോട് പറഞ്ഞൊരു വാചകമുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക. ഇനി ഒന്നും കൂടെ ചേർത്ത് വെച്ച് നിർത്താൻ ഇഷ്ടപ്പെടുകയാ, നിങ്ങൾ ഇന്നതാകുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് സറണ്ടർ ചെയ്യുന്നത് നല്ലതായിരിക്കും. സറണ്ടർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ കുറച്ച് പ്ലാനുകളുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ പ്ലാൻ അതൊക്കെ മേലെയാണ്. അത് ദൈവം നിങ്ങൾക്ക് അതിനെ കാണിക്കുകയും ചെയ്തല്ലോ. നാം ഇന്നതാകുമെന്ന് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പ്രത്യക്ഷം ആയിട്ടില്ല, നമുക്കറിയില്ല. ദൈവം ഉപയോഗിക്കുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളവരെ മാത്രമാണ്. നിങ്ങളും ഫ്ലെക്സിബിൾ ആകണം. കുഞ്ഞിനെയും ഫ്ലെക്സിബിൾ ആക്കി അങ്ങ് വിട്ടു. കർത്താവ് എവിടെ അയച്ചാലും ഞാൻ പോകും, എവിടെയാണോ അങ്ങയുടെ ഇഷ്ടം. ചിലപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ദൈവം പറയും, നീ ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞ് അവിടെ നിന്ന് എന്ത് ചെയ്തോണം, അങ്ങ് മാറിക്കൊള്ളണം. ഓരോരുത്തരെ നിൽക്കുമെന്നൊന്നും പറയരുത്, കംഫർട്ട് സോൺ നോക്കി നിൽക്കരുത്. ദൈവം എവിടേക്ക് അയക്കും അവിടേക്ക് അങ്ങ് പോകണം. കർത്താവ് എവിടേക്ക് ജോലി ചെയ്യാൻ പറയും അവിടേക്ക് ജോലി ചെയ്യണം. മക്കളെ എങ്ങനെയൊക്കെ വിടണം എന്ന് പറയാം, ആ ലെവലിലേക്ക് അങ്ങ് വിട്ടോളണം. ബാക്കി ആരും നോക്കിക്കോളും? കർത്താവ് നോക്കിക്കോളും. എല്ലാ കണ്ണുകളും ദൈവസ്ഥലിൽ അടയ്ക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ കപ്പിളിനോടാണ് കൂടുതൽ സംസാരിച്ചതെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാവരെയും ചേർത്തത് ദൈവമാണ്. സ്തോത്രം. ചേർത്തത് ദൈവമാണ്. ഹല്ലേലൂയ. ഇടയ്ക്കൊക്കെ ഇച്ചിരി വഴക്കും പിണക്കവും ഇഷ്ടക്കേടുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം, പക്ഷേ ഉറച്ചു വിശ്വസിച്ചോളണം, ചേർത്തത് ദൈവമാണ്. ദൈവം ചേർത്തത് ഒരേപോലെയുള്ളത് കൊണ്ടല്ല ദൈവം ചേർത്തത്, ദൈവം പരസ്പര പൂരകങ്ങളായതുകൊണ്ടാണ് ചേർത്തത്. അതെ, വ്യത്യസ്ത കഴിവുകൾ ഉള്ളത് കൊണ്ടാണ് ചേർത്തത്. വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ച്, സ്തോത്രം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാകുന്ന ഓട്ടം കരം പിടിച്ച് ഒരുമിച്ചോടി ജയിക്കുന്ന ഒരനുഭവത്തിലോട്ട് വരട്ടെ. ദാമ്പത്യ ജീവിതം പരസ്പരം മത്സരിക്കാനുള്ളതല്ല, പരസ്പരം തോൽപ്പിക്കാനുള്ളതുമല്ല, ഒരുമിച്ച് ജയിക്കാനുള്ളതാ. സ്തോത്രം. ജയിച്ചാൽ ഒരുമിച്ച് ജയിച്ചു, തോറ്റാൽ ഒരുമിച്ച് തോറ്റു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്രകാരം ഒന്ന് സമർപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിച്ചത്, പാരന്റിങ്ങിൽ ഒത്തിരി തിയറീസ് എനിക്കിന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ സാധിക്കും. പക്ഷേ ദൈവാത്മാ പറയുവാൻ പറഞ്ഞത്, സ്തോത്രം, മാനോഹ ചോദിച്ചതുപോലെ എല്ലാ ദിവസവും മുട്ടുമേരുന്ന് പറഞ്ഞ കർത്താവേ, ഈ മകളെ വളർത്താൻ ആവശ്യമായ ദൈവകൃപ എനിക്ക് തരണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. കർത്താവെ, എങ്ങനെ വളർത്തണം? ഇന്ന് കുഞ്ഞ് ഇൻഫാൻസി പീരീഡിലായിരിക്കുക. കർത്താവെ, ഈ ഇൻഫാൻസി പീരീഡ് എങ്ങനെ കുഞ്ഞിനെ വളർത്തണം എന്ന് എന്നെ പഠിപ്പിക്കണമേ എന്ന് നിങ്ങൾ രണ്ടുപേരും ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ അന്നന്ന് എങ്ങനെ പഠിപ്പിക്കണമെന്ന്, എങ്ങനെ വളർത്തണമെന്നുള്ളത് കർത്താവ് നിങ്ങളെ പഠിപ്പിക്കും. സ്തോത്രം. ഈ ലോകത്തിൽ ആര് പഠിപ്പിക്കുന്നതിനേക്കാളും ബെസ്റ്റായിട്ട് കർത്താവ് നിങ്ങളെ പഠിപ്പിക്കും. കാരണം ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കുറെ ജനറലൈസ്ഡ് കൺസെപ്റ്റ്സ് നിങ്ങൾ കേൾക്കുന്നതിനേക്കാളും സ്പെസിഫിക് ആയിട്ട് കർത്താവ് ഈ കുഞ്ഞിന് വേണ്ടി തന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന് ആവശ്യമുള്ളത് കർത്താവ് നിങ്ങളെ പഠിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ക്രൈസിസുകൾ ദാമ്പത്യ ജീവിതത്തിൽ കടന്നു വരും, കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ കടന്നു വരും. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിട്ടുകളയരുത്. ഏത് പ്രതിസന്ധി വന്നാലും കരത്തോട് കരം കോർത്ത് പിടിച്ച് അതിനെ തരണം ചെയ്യണം. സ്തോത്രം. ഒരുപാട് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസുകൾ വരും. സ്തോത്രം. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നവരും വരും, ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരും വരും. മോട്ടിവേഷൻ ആണെങ്കിലും ഡീമോട്ടിവേഷൻ ആണെങ്കിലും അതിനെയെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരണം. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണം, പ്രാർത്ഥിക്കണം, ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കണം. കർത്താവെങ്കിലും ഞങ്ങളുടെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് സമർപ്പിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ പ്രിയ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിയ മാതാവിനായി പിതാവിനായി സ്തോത്രം. കുഞ്ഞിനെ വളർത്തുവാൻ ആവശ്യമായ പ്രത്യേകമായ ദൈവകൃപ നൽകണമേ കർത്താവേ. പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവിടുത്തെ പ്രത്യേകമായ കൃപയുണ്ടാകണമേ. ജ്ഞാനത്തിലും വളർച്ചയിലും മനുഷ്യർക്കും ദൈവത്തിന് പ്രീതിയുള്ള മകളായി വളർന്നു വരുവാൻ അവളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, ഈ കുഞ്ഞിൻ്റെ ഗ്രാൻഡ് പാരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. കുഞ്ഞിൻ്റെ വളർച്ച കണ്ട് സന്തോഷിക്കുവാൻ അവരെ സഹായിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊച്ചു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, ദൈവദാസനെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ പ്രത്യേകമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അവരുടെ മേലും പകരണമേ. സകല മാനോ മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.